നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാന്താര 2 എന്ന് പറയുന്ന കുറച്ച് മൂവിയുടെ പോസ്റ്റേഴ്സാണ്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ പോസ്റ്ററിലേക്ക് കിടക്കാം. ആദ്യത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഋഷഭ് ഷെട്ടിയും നമ്മുടെ കാന്താരയും ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഋഷഭ് ഷെട്ടി വളരെയധികം അട്ടഹസിച്ചുകൊണ്ട് ഡാ എന്നൊക്കെ വിളിച്ചിട്ടാണ് ഋഷഭ് ഷെട്ടി പോകുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരം കാന്താരയുടെ ഒരു ഹട്ടഹസിച്ച ചിരിയുമായി, പിന്നെ ഇതിൻ്റെ താഴത്ത് തന്നെ മറ്റേ രണ്ട് കാന്താരയുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് തന്നെ ഋഷഭ് ഷെട്ടി ഈ പന്തമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഒളിച്ചു പോകുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. നമുക്ക് അടുത്ത ഫോട്ടോയിൽ പോകാം. അടുത്ത ഫോട്ടോയിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഋഷഭ് ഷെട്ടിയുടെ ഒരുമാതിരി ഭയാനക രൂപത്തിലാണ് നമ്മുടെ ഋഷഭ് ഷെട്ടിയെ നമുക്ക് ഈ പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. ഋഷഭ് ഷെട്ടി ഏകദേശം ഒരു താടി മുടിയൊക്കെ വളർത്തിയിട്ട് കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ആണ്. ചോരയിൽ കുളിച്ചിട്ടാണ് നമ്മുടെ കാന്താര ഋഷഭ് ഷെട്ടി അവിടെ നിൽക്കുന്നത്. കാതിൽ കുറേ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കണ്ണിൽ നല്ല തീക്ഷ്ണതയോടുള്ള നോട്ടമാണ് നോക്കുന്നത്. നല്ല മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഋഷഭ് ഷെട്ടി മാതിരി കറുത്തിട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. നല്ല മുടിയും കാര്യങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത പോസ്റ്ററിൽ പോവാം. അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നത് നമ്മുടെ ഋഷഭ് ഷെട്ടിക്ക് നല്ല മസിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഋഷഭ് ഷെട്ടി താടി മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. കയ്യിലൊരു കോടാലിയൊക്കെ ഉണ്ട്. ബാക്കിൽ കുറേ യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓരോരുത്തർ അമ്പൊക്കെ എറിഞ്ഞ് വീഴുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരിങ്ങനെ അമ്പിന് കീഴടങ്ങി നിൽക്കുന്നുണ്ട്. ഋഷഭ് ഷെട്ടി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്, താടി മുടിയൊക്കെ വളർത്തിയിട്ട്. നമ്മുടെ സ്വാമിമാരെ മാലയൊക്കെ ഋഷഭ് ഷെട്ടിൻ്റെ കയ്യിലുണ്ട്. കയ്യിൽ കുറേ കയറും കാര്യങ്ങളൊക്കെ ഋഷഭ് ഷെട്ടി ചുറ്റിയിട്ടുണ്ട്. അടുത്ത പോസ്റ്ററിൽ പോകാം. അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നത് നമ്മുടെ ഋഷഭ് ഷെട്ടി ഒരു ശിവൻ്റെ കുന്തവും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഋഷഭ് ഷെട്ടിൻ്റെ രണ്ട് കൈയിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ കുന്തം വരുന്നത്. ഋഷഭ് ഷെട്ടി ഭയങ്കര താടി മുടിയൊക്കെ വളർത്തിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്യാസി ലുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ബാക്കിൽ വലിയൊരു മലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ കുന്തത്തിന് നേരെ അവിടെ ആയിട്ട് നല്ല ചുവപ്പ് ലൈറ്റ് അടിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. പിന്നെ റിസപ്ഷനിലെ താടി മുളയൊക്കെ നല്ല നീട്ടി വളർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത പോസ്റ്ററിൽ പോവാം. അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നത് ഇതിൻ്റെ വണ്ണ് കണ്ടവർക്ക് മനസ്സിലാവും. കാന്താരയുടെ വണ്ണ്. ഇതിൻ്റെ അകത്ത് ഋഷഭ് ഷെട്ടി പന്നീനെ വെടിവെക്കാൻ പോകുന്ന രീതിയിൽ ഒരു ചാക്കൊക്കെ കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ തോക്കും കൊണ്ട് പോകുന്നതാണ് ഈ ഒരു സീൻ കാണിക്കുന്നത്. അത് എല്ലാവരും എഡിറ്റ് ചെയ്തിട്ട് ഒരു കാടിൻ്റെ നടുവിൽ, തെങ്ങൊക്കെ ഉള്ള ഒരു കാടിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ടതാണ്. മിക്കവാറും ഒരു ആമസോൺ കാർഡാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. എഡിറ്റ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാവാം. ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് പിന്നെ കുറേ കാടും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ കാട്, വെള്ളത്തിൻ്റെ നടുവിലാന്ന് തോന്നുന്നു നമ്മുടെ ഋഷഭ് ഷെട്ടി നിൽക്കുന്നത്. അടുത്ത് കാണാം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഋഷഭ് ഷെട്ടി ഇങ്ങനെ ശിവൻ്റെ കുന്തം പിടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ് പാക്കൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നിൽക്കുന്നതാണ്. ഇതിൻ്റെ താഴത്ത് തന്നെ ശിവൻ്റെ കുറേ രത്നങ്ങളും പഴയങ്ങളും ഓരോ കിരീടങ്ങളും ഒക്കെ താഴത്ത് വീണ് കിടക്കുന്നുണ്ട്. ഋഷഭ് ഷെട്ടിൻ്റെ ബാക്കിൽ തന്നെ കാന്താര ഓരോരോ അട്ടഹസിച്ചിട്ട് കൈയൊക്കെ പതിച്ചിട്ട് എന്തോ ഒന്ന് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഋഷഭ് ഷെട്ടിൻ്റെ കയ്യിൽ കുന്തമൊക്കെ ഉണ്ട്. പിന്നെ ഋഷഭ് ഷെട്ടി ചോരയെ കുളിച്ചിട്ടാണ് നിൽക്കുന്നത്. താടി മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പോസ്റ്ററിൽ പോകാം. അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഋഷഭ് ഷെട്ടി സൂര്യനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂര്യനെ പേടിച്ചിട്ട് കുറേ ആൾക്കാർ മുകളിൽ കയറിപ്പോകുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പോസ്റ്ററിൽ നോക്കിയാൽ കാണാം. അവിടെയൊക്കെ നോക്കിയിട്ട് ഋഷഭ് ഷെട്ടിൻ്റെ കയ്യിൽ കോടാലിയൊക്കെ ഉണ്ട്. കോടാലി പിന്നെ ഒരു കുന്തമൊക്കെ പിടിച്ചിട്ട്, മറ്റേ കയ്യിൽ കുന്തം, ഇവിടെ കോടാലിയുമാണ് ഋഷഭ് ഷെട്ടിയുടെ കയ്യിൽ. സൂര്യനെ പേടിച്ചിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ കയറിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഋഷഭ് ഷെട്ടി ഇങ്ങനെ സൂര്യനെ കൊണ്ട് നോക്കിയിട്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത പോസ്റ്ററിൽ കാണാം. അടുത്ത പോസ്റ്ററിൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ കാന്താരയുടെ കാലിൻ്റെ രണ്ട് നടുവിലായിട്ട് നമ്മുടെ ഋഷഭ് ഷെട്ടി വടി ഒക്കെ എടുത്തിട്ട് നമ്മളെ കാളോട്ടം നടത്തിക്കുകയാണ്. കാളനെങ്ങനെ ഓടിപ്പിക്കുകയാണ്. ഇവിടെ കാളോട്ടം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കാളോട്ടം നടത്തിക്കുകയാണ്. കാളെങ്ങനെ ഓടിയിട്ട് ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണ് ഈ പോസ്റ്ററിൽ കാണിക്കുന്നത്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാർജ് ചെയ്യുക. ഇതിൻ്റെ മോർ വീഡിയോസായിട്ട്, നമ്മുടെ മോർ വീഡിയോസ് കാണാനായിട്ട് ഈ പേജ് ഫോളോ ചെയ്ത് വെക്കാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.